അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹുബ്ബുൽ ഹബീബ് വാട്സപ്പ് കൂട്ടായ്മയിലുള്ള എല്ലാ മുഹിബ്ബീങ്ങൾക്കും നബിദിനാശംസകൾ നേരുകയാണ്. ഇൻഷാ അല്ലാഹ് സാധാരണ നടത്തുന്നത് പോലെ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാ വർഷവും നടത്തുന്നത് പോലെ നമ്മുടെ ഗ്രൂപ്പിലും ഒരു ചെറിയ പരിപാടി നടത്താമെന്നുള്ള നിലക്കാണ് അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1499 ജന്മദിനത്തിലാണ് ഞാൻ ഇന്നുള്ളത്. കൂടുതൽ അറിയിക്കൊന്നും വേണ്ട. എന്നിരുന്നാലും മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ ആരും തന്നെ സത്യവിശ്വാസിയാവുകയുമില്ല. എല്ലാറ്റിനേക്കാളും ഉപരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം സ്നേഹിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ട് സ്വന്തം മക്കളെക്കാളും ഭാര്യമാരെക്കാളും അതുപോലെ തന്നെ മാതാപിതാക്കളെക്കാളും എല്ലാവരേക്കാളും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് രക്ഷയുള്ളൂ. സഹോദരന്മാരെ, സഹോദരിമാരെ, നാളെ മഹ്ശറയിൽ എല്ലാ സമയത്തും സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിലും അതുപോലെ തന്നെ മറ്റുള്ള ഷഫാഅത്തിനും എല്ലാം നമ്മൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് നമ്മൾക്കുള്ളത്. അതുകൊണ്ട് ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം അതിരറ്റ് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലേക്കൊക്കെ ദുആ ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഹബീബ് കോയ തങ്ങൾ വളരെയധികം പ്രയാസത്തിലാണ് ഉള്ളത്, രോഗത്തിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ബ്ലോക്കിലാണുള്ളത്. ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ രോഗത്തിനെ അല്ലാഹു ഷിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയും ദീർഘകാലം ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് അദ്ദേഹത്തിന് കൊടുക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ പരിപാടിക്കും, നമ്മുടെ കഴിഞ്ഞ വർഷവും ഈ വർഷവും എല്ലാ പരിപാടിക്കും ഓൺലൈനിലും എല്ലാം സഹകരിക്കുന്നൊരു തങ്ങളാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങളെല്ലാവരും ആ തങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളെ മറ്റുള്ള ഉസ്താദുമാരൊക്കെ സംസാരിക്കും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവരുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ബാക്കവി ഉസ്താദ്, ഗൂഡല്ലൂർ ബാക്കവി ഉസ്താദിനെ പറ്റി അനുസ്മരണം ഉണ്ട്. അതിൻ്റെ പേരിലാണ് ഞാൻ ഈ അനുസ്മരണം ബഹുമാനപ്പെട്ട ബാക്കവി ഉസ്താദുമായിട്ട് ഞാൻ വളരെയധികം ബന്ധമുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങളെ കുടുംബമായിട്ടും അതുപോലെ തന്നെ കുടുംബങ്ങളുമായിട്ടൊക്കെ വളരെയധികം ബന്ധം. അദ്ദേഹത്തിന് എനിക്ക് കാണാൻ പറ്റും. അദ്ദേഹം ഒരു നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്നാണ്. മാത്രമല്ല ചെറിയ കുട്ടികളുടെ മനസ്സിലാണ്. അദ്ദേഹം വളരെയധികം നല്ലൊരു പണ്ഡിത തറവാട്ടിൽ പറഞ്ഞ ഉസ്താദ് കൂടിയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ പല യാത്രകളും ഞാൻ ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് പല അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഉപ്പ വളരെ സൂഫി വര്യനായിരുന്നു. അങ്ങനത്തെ ഒരു കുടുംബത്തിലാണ് അദ്ദേഹത്തിൻ്റെ മക്കളും എല്ലാം പണ്ഡിതന്മാർ തന്നെയാണ്. അതുകൊണ്ട് ആ ബഹുമാനപ്പെട്ട നമ്മുടെ ബാക്കവി ഉസ്താദിനെയും നമ്മളെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും ഞങ്ങളെയും അവരുടെ എല്ലാ പാപങ്ങളും അല്ലാഹു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ.
അതുപോലെ തന്നെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ഉസ്താദുമാർ, സ്നേഹിതന്മാർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഇങ്ങനെ പല ആളുകളും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ പാപങ്ങളൊക്കെ വിട്ടുപുറത്തു. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, മറ്റുള്ള ഉസ്താദുമാരൊക്കെ പറയുവാനിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എനിക്ക് സ്വാഗതമാണ്. അതിന്റെ പേരിൽ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഈ പരിപാടി അധ്യക്ഷം വഹിക്കുന്നത് അംജദി ഫാറൂഖ് അംജദി ഉസ്താദ് കൊടകാണ്. അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് സൈനി മണ്ണാർക്കാട് ഉസ്താദ്. നാലാമതായി നന്ദി പറയുന്നത് യൂസഫ് മൗലവി ഉസ്താദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ധാരാളം ദീനീ സേവന രംഗത്ത് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അവർക്കും ഞങ്ങൾക്കൊക്കെ അല്ലാഹു തരുമാറാകട്ടെ. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ കാണുവാനും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറുമായി കുടിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കൊക്കെ അല്ലാഹു തരുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ സ്വാഗത പ്രസംഗം ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. മറ്റുള്ള ഉസ്താദുമാരൊക്കെ എല്ലാ കാര്യങ്ങളും പറയും. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഉസ്താദുമാർ, മറ്റു മുഅ്മിനീങ്ങളെ, ഹുബ്ബുൽ ഹബീബ് വാട്സപ്പ് ഗ്രൂപ്പിലുള്ള സഹോദര സഹോദരിമാരെ, നാം ഇന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഹുബ്ബുൽ ഹബീബ് വാട്സപ്പ് കൂട്ടായ്മ നടത്തുന്ന 5ാമത്തെ നബിദിന പരിപാടിയിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ലോകത്തിൻ്റെ നാനാഭാഗത്തും പല വിധേനയും പല രൂപത്തിലും കുട്ടികളുടെ പരിപാടിയും അന്നദാനവും സ്വതക്കകളും മറ്റുള്ള ഹലാലായ എല്ലാ പരിപാടികളെ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ ഹുബ്ബുൽ ഹബീബ് വാട്സപ്പ് കൂട്ടായ്മ, അതായത് ബഹുമാനപ്പെട്ട ബദറുദ്ദീൻ ഉസ്താദ് ഒറ്റയ്ക്ക് വളരെ ഭംഗിയായ എല്ലാ ആഴ്ചയും സ്വലാത്തുകളും മറ്റുള്ള പരിപാടികൾ മുഖേന ഈ ഗ്രൂപ്പിനെ സജീവമാക്കിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിനെ പറ്റി, അവിടുത്തെ മദ്ഹുകളെപ്പറ്റി നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ല. അവിടുത്തെ മദ്ഹുകൾ എത്ര പറഞ്ഞാലും തീരാത്തതാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു, വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. നബിയേ, അങ്ങേക്ക് വേണ്ടതെല്ലാം അങ്ങേക്ക് തൃപ്തിപ്പെടുന്നത് വരെ നിങ്ങൾ ചോദിക്കൂ നബിയെ എന്ന് ഖുർആൻ പറയുമ്പോൾ, ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ നഫ്സിന് മാത്രമോ അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിനോ തൻ്റെ കുടുംബത്തിനോ തൻ്റെ സുഹൃത്തുക്കൾക്കോ മാത്രം ചോദിക്കാതെ തൻ്റെ എല്ലാവരും രക്ഷപ്പെടണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചത്. അപ്പോൾ എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൻ്റെ ഉമ്മത്തിനോട് സ്നേഹമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നാം എല്ലാത്തിലും ഉപരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ ശഫാഅത്ത് കിട്ടുന്നവർ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം എന്ന് മാത്രമല്ല, ഇപ്പോൾ
ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ പലപ്പോഴും ദുആ ചെയ്തു തന്നിരുന്ന നമുക്കെല്ലാമെല്ലാമായിരുന്ന ബഹുമാനപ്പെട്ട പാടന്തര മുഹിയുദ്ദീൻ കുട്ടി ബാക്കവി ഉസ്താദ് നമ്മോട് ഈ അടുത്തായി വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ അനുസ്മരണം കൂടിയാണ്. ഉസ്താദിനെ പറ്റി നമുക്ക് ഈ ഗ്രൂപ്പിലുള്ള ഒരുപാട് ആളുകൾ അടുത്തറിയുന്നവരാണ്. ഏത് സമയത്തും വിളിച്ചാലും എന്ത് മരണവും ഏതുണ്ടെങ്കിലും അപ്പോൾ ഓടിയെത്താറുണ്ടായിരുന്നു ഉസ്താദ് അവറുകൾ. ഉസ്താദ് അവറുകൾ വലിയ പണ്ഡിതനാണ്. എല്ലാ സൗകര്യവുമുള്ള കൊടുത്ത് എത്രയോ മഹല്ലുകളിൽ എല്ലാ സൗകര്യത്തോടുകൂടെ നിൽക്കാനുള്ള കഴിവുണ്ടായിട്ടും അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള മഹല്ലുകൾ ഉണ്ടായിട്ടും ഉസ്താദ് തിരഞ്ഞെടുത്തത് ദീനില്ലാത്ത വളരെ പ്രയാസപ്പെടുന്ന മേഖലകളെ തിരഞ്ഞെടുത്ത് മൈസൂരിലും ഹുണസൂരിലും കുഗ്രാരമായ HD കോട്ടയിലെ അന്ത്രസന്ധയിലും അതേപോലെ തന്നെ ഹാസനയിലും ഇങ്ങനെയുള്ള വളരെ ദൂരപ്പെട്ട സ്ഥലങ്ങളിൽ പോയി ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി വളരെ പ്രയാസപ്പെട്ടവരാണ് ഉസ്താദ് അവറുകൾ. വളരെ ത്യാഗങ്ങൾ ചെയ്ത് സുന്നത്ത് ജമാഅത്തിനെ പ്രചരിപ്പിക്കുകയും തൻ്റെ ആയുഷ്കാലം മുഴുവനും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഇതവരാണ് ഉസ്താദ് അവറുകൾ. അതുകൊണ്ട് നമുക്ക് ഉസ്താദ് അവറുകളെ അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു തആല സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെ കൂടെ നമ്മയും അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. എല്ലാവരും ഉസ്താദിൻ്റെ മേൽ ഉസ്താദിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയും അവിടത്തേക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിലായി നമ്മെല്ലാവരെയും അവൻ്റെ സ്വർഗ്ഗലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഹബ്ബുൽ ഹബീബ് വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നമുക്കേവർക്കും സംഗമിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി. അൽഹംദുലില്ലാഹ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1499 ജന്മദിനം ആഘോഷിക്കുന്ന ഈ മഹത്തായ സുദിനത്തിൽ അതിന് ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകിയ അല്ലാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഓരോ വർഷവും നടത്തി വരാറുള്ള മഹത്തായ നബിദിനാഘോഷ പരിപാടിയാണ് ഇന്ന് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് ഓരോ സത്യവിശ്വാസിയുടെയും മേൽ ബാധ്യതയുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാവണം. പരിശുദ്ധ ഖുർആനിൽ 100 സൂറത്തിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിചയപ്പെടുത്തുന്നു. ലാ തജ്അലു ദുആ അർ-റസൂലി ബൈനക്കും കദുആഇ ബഅദിക്കും ബഅദ. എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ ഉണർത്തുകയാണ്. നിങ്ങളിൽ നിന്നും ചിലർ മറ്റു ചിലരുടെ പേരിന് വിളിക്കുന്നത് പോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് വരെ യാ മുഹമ്മദ് എന്നൊന്നും വിളിക്കാൻ പാടില്ല. യാ റസൂലല്ലാഹ് അല്ലെങ്കിൽ യാ ഹബീബല്ലാഹ് എന്നിങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഒരാളും തന്നെ പരിപൂർണ സത്യവിശ്വാസിയാവുകയില്ല എത്രത്തോളം എന്ന് വെച്ചാൽ അവൻ്റെ ഉമ്മയേക്കാൾ
അവൻ്റെ ബാപ്പയേക്കാൾ, അവൻ്റെ ഭാര്യ സന്താനങ്ങളെക്കാൾ, മറ്റെല്ലാവരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ നിന്നൊരാളും തന്നെ പരിപൂർണ മുഅ്മിനാവുകയില്ല എന്ന്. അപ്പോൾ നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിക്കണം. നമുക്കറിയാം, മഹാനായ ഖുബൈബ് റളിയല്ലാഹുവിനെ ശത്രുക്കൾ കൊണ്ടുപോയി തൂക്കിലേറ്റുന്ന സമയത്ത് ശത്രുക്കൾ ഖുബൈബ് റളിയല്ലാഹുവിനോട് പറയാണ്, നിന്നെ തൂക്കിലേറ്റാൻ കൊണ്ടുപോവുകയാണ്. ഈ സമയത്ത് നിന്നോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിന്നെ ഞങ്ങൾ വെറുതെ വിടുകയും പകരം മുഹമ്മദിനെ വധിക്കൽ നീ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടോ? എന്താണ് നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഖുബൈബ് റളിയല്ലാഹു പറയാണ്, അവിടുത്തെ കാലിൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുകയില്ല എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഖുബൈബ് റളിയല്ലാഹു പറയാണ്. അത്രമാത്രം നമ്മുടെ മുൻഗാമികളൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ചിരുന്നു. നമുക്കും അതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കാനും അവിടുത്തെ മഹബത്ത് വച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്നിൽ അർപ്പിതമായിട്ടുള്ളത് ഈ മഹത്തായ ഈ മീലാദാഘോഷത്തിൽ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന തിരുവാക്യത്തിൽ ഈ മഹത്തായ സുദിനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ما شاء الله لا حول ولا قوة إلا بالله. حصنت نفسي بالحي القيوم الذي لا يموت أبدا، ودفعت عنها السوء بألف لا حول ولا قوة إلا بالله العلي العظيم. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മയെ സ്വീകരിക്കുമാറാകട്ടെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗളും തങ്ങളുടെ ജിവാറും തങ്ങളുടെ ഷഫാഅത്തും പൊരുത്തവും ലഭിക്കാൻ ഉതകുന്ന ഒരു കൂട്ടായ്മയായി ഈ കൂട്ടായ്മയെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയുക, കേൾക്കുക, പഠിക്കുക, ആലോചിക്കുക, ഇതൊക്കെ ഏറെ ശ്രേഷ്ഠമായ കർമ്മമാണ്. കേരളക്കരയിൽ മലപ്പുറം ജില്ലയിൽ ജീവിച്ച് വഫാത്തായി പോയ സുപ്രസിദ്ധ ആശിഖും വലിയ വലിയുമായിരുന്നു മഹാനായ ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി. വെളിയങ്കോട് ഉമർ ഖാദി എന്ന് പറയുന്ന മഹാൻ വലിയ ആരിഫാണ്, വലിയ വലിയാണ്, വലിയ ആശിഖാണ്, വലിയ ജ്ഞാനിയാണ്. മഹാനവറുകളുടെ പ്രസിദ്ധമായ സ്വല്ലൽ ഇലാഹു എന്ന ബൈത്തിൽ കാണാം, ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ വ അസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പിരിശം, സ്നേഹം, അതുപോലെ തന്നെ തങ്ങളെ പ്രകീർത്തിക്കുക, വാഴ്ത്തുക, തങ്ങളെ മദ്ഹ് ചെയ്യുക, ഇതൊക്കെ ഖൈറുൽ അമൽ, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ്. കർമ്മങ്ങളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ്. വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാദിഹിന്റെ, മുഹിബിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കും, ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിച്ചു കൊടുക്കും എന്നാണ് ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാഴ്ത്തുക, നബി തങ്ങളെ സ്നേഹിക്കുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ സർവ്വസ്വത്തേക്കാളും പ്രിയം വെക്കേണ്ടത്, പിരിശപ്പെടേണ്ടത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. വിശുദ്ധ ഖുർആനും തിരു ഹദീസും ആധാരമാക്കി നമ്മുടെ ഇമാമുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
എല്ലാത്തിനേക്കാളും തൻ്റെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ ഈ ഭൗതിക ലോകത്ത് തനിക്ക് ഏറ്റവും വീര്യപ്പെട്ടവരായി, പ്രാധാന്യമുള്ളവരായി ആരെല്ലാമുണ്ടോ അവരെക്കാളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ പ്രിയപ്പെടുന്നത് വരെ ഈ പറഞ്ഞ എല്ലാവരെക്കാളും സർവസ്വത്തേക്കാളും നബി തങ്ങളെ പിരിശപ്പെടണം. എന്നാൽ മാത്രമേ ഒരാൾ പരിപൂർണ വിശ്വാസിയാകുകയുള്ളൂ എന്ന് ഇമാം ബുഖാരി, മുസ്ലിം റളിയല്ലാഹു അൻഹുമാ സംയുക്തമായി ഉദ്ധരിച്ച ഹദീസാണ്. അപ്പം ആ മഹബത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക എന്നുള്ളത് മറ്റു അമ്പിയാക്കളെയൊക്കെ നമ്മൾ സ്നേഹിക്കണം, ആവശ്യമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക എന്നുള്ള ആ അഹബിയത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി മുഖ്തസ്വത്താണ്, തങ്ങൾക്ക് മാത്രം ഉള്ള ഒരു സവിശേഷതയാണ് എന്ന് ഹാഫിദ് ബിൻ ഹജറിൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിരിശം വെക്കണം, തങ്ങളെ സ്നേഹിക്കണം. എല്ലാത്തിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. തങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ ഒരു വിശ്വാസിയായ മനുഷ്യൻ തയ്യാറാകണം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു, നബിയെ മത്തസ്സഅ, അന്ത്യനാൾ എപ്പോഴാണ്? എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് തിരിച്ചു ചോദിച്ചു, അത് അഴുതത്തലഹ, ആ ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ചോദ്യം കേട്ടാൽ ഒരുങ്ങി തയ്യാറായി റെഡിയായിരിക്കും പോലെയുണ്ടല്ലോ. അയാളുടെ മറുപടി, നബിയെ എനിക്ക് ധാരാളം നിസ്കരിച്ച പോരിഷ പറയാനില്ല, ധാരാളം നോമ്പെടുത്ത ധാരാളം നോമ്പ് അങ്ങനെയുള്ള സുഹൃതങ്ങളെക്കുറിച്ച് പറയാനില്ല, വലാകിന്നി ഉഹിബ്ബുല്ലാഹ വ റസൂല, പക്ഷേ ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും പിരിശപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, അൻത മഅ മൻ അഹ്ബബ്ത അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരു മനുഷ്യൻ ആരെ സ്നേഹിക്കുന്നുവോ അയാളോടൊപ്പമാണ് ഉണ്ടാകുക. അയാളുടെ മസ്വീർ, സങ്കേതം, അയാളുടെ ചെന്നുചേരൽ എങ്ങോട്ടാണോ അയാളുടെ കൂടെയായിരിക്കും ഈ മുഹിബും ഈ സ്നേഹിയും ഉണ്ടായിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാമ ഇമാം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകളുകളും അപദാനങ്ങളും മഹത്വങ്ങളും വർണ്ണിക്കാനും വിശദീകരിക്കാനും വേണ്ടി എഴുതിയ ലോകപ്രസിദ്ധ ഗ്രന്ഥമാണ് കിതാബ് ഷിഫ, അഷിഫ ബി തഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന് പറയുന്ന കിതാബ്. ലൗല ഷിഫ മാ ഉരിഫൽ മുസ്തഫ എന്ന് മഹാന്മാർ പറഞ്ഞത് കാണാം. ഷിഫയില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കപ്പെടാതെ പോകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊരിഞ്ഞു കൊടുത്ത ഫളലുകൾ, ശ്രേഷ്ഠതകൾ, അള്ളാഹു അവിടുത്തെ ആദരിച്ച വിധം, അതൊന്നും ഒരാൾക്കും ഒരിക്കലും പറഞ്ഞു തീർക്കുക സാധ്യമല്ല. അള്ളാഹു അവിടത്തേക്ക് നൽകിയ മംഗിബത്ത്, മഹത്വം എത്രയാണെന്ന് ഒരാളെ കൊണ്ടും പറഞ്ഞു തീർക്കുക സാധ്യമല്ല. വക്കാന ഫളുല്ലാഹി അലൈക അളീമ, ഖുർആൻ പറഞ്ഞല്ലോ, ഓ നബിയെ തങ്ങൾക്കുമേലുള്ള അള്ളാഹുവിൻ്റെ ഫള് അളീമാണ്, വണ്ണമായതാണ്. അളീം എന്ന് പറഞ്ഞതിന് പുറമെ ഒരു തഅലീമിൻ്റെ തൻവീന് കൂടെ അവിടെ കൊടുത്തു. വലിയ വണ്ണമായ ഫളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് മേൽ ചൊരിഞ്ഞിട്ടുള്ളത്. അപ്പം ആ ഫള് എത്രയാണ് എന്നൊന്നും പറഞ്ഞു തീർക്കാൻ, അത് ചെറിയ രീതിയിലെങ്കിലും പ്രകാശിപ്പിക്കാൻ ഇവിടെ ഒരാൾക്കും കഴിയില്ല. ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുഅരിബ അൻഹു നാതിഖും ബിഫമി. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു ബുർദയിൽ പറഞ്ഞല്ലോ, ബുർദയിലെ ഏറ്റവും അബലഗായ ബൈത്തുകൾ എണ്ണുന്ന കൂട്ടത്തിൽ ഇമാമുകൾ എണ്ണിയ ഒരു ബൈത്താണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠത, മഹത്വം, അതിന് ഒരു അതിരുമില്ല, എന്റുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ വാചാലമായി പ്രസംഗിക്കുന്നവർ, വാഗ്വിലാസത്തിൻ്റെ ഉടമകൾ അത് പറഞ്ഞു തീർക്കേണ്ടിയിരുന്നു, എഴുതി തീർക്കേണ്ടിയിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ല, ഒരാൾക്കും കഴിയില്ല. അറാകുല്ല മദ്ഹിൻ ഫിൻ നബിയ്യി മുഖസ്വറ വഇൻ ബാലഗൽ മുസ്നി അലൈഹി വഅക്സറ എന്ന് ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നു പാടിയത്, ഞാൻ ഓർത്തുപോകുന്നു. ഏതൊരു മദ്ഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യൂനതയുള്ളതാണ്, അതിന് കുറവുകളേറെയുണ്ട്. അതൊരിക്കലും അന്യൂന്യമല്ല, അതൊരിക്കലും തങ്ങളുടെ ആ മഹത്വത്തോട് ഒരു 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 ചെറിയ ശതമാനമെങ്കിലും കൂറ് പുലർത്തി എന്ന് പറയാനാകില്ല. അത്ര കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് മഹത്വങ്ങളും ശ്രേഷ്ഠതകളും മേന്മകളും മികവുകളും ചൊരിഞ്ഞു കൊടുത്തിരിക്കുകയാണ്.
فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിലും സ്വഭാവ വൈശിഷ്ട്യത്തിൻ്റെ സ്വഭാവ മഹിമയുടെ വിഷയത്തിലും എല്ലാ നബിമാർക്കും മേലെയായിരിക്കുന്നു. ഇവിടെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരും ഉന്നതരുമാണ് മനുഷ്യർ. ആ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? അമ്പിയാക്കളാണ്. അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫമിൽ അനി ശിഖാഖി. ഇമാം ലഖാനി തങ്ങൾ പറഞ്ഞില്ലേ, സൃഷ്ടികളിൽ വെച്ച് നിരുപാധികം പറയാം ഏറ്റവും ശ്രേഷ്ഠനായ ആൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എല്ലാവർക്കും മേലെയാണ്. അപ്പം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ആ ശാരീരിക ഗുണങ്ങൾ, ബാഹ്യമായ ഗുണങ്ങൾ, ആന്തരികമായ ഗുണങ്ങൾ, ഇതിലെല്ലാം സർവ്വ അമ്പിയാക്കൾക്കും മേലെയാണ്. അമ്പിയാക്കൾക്ക് മേലെയാണെന്ന് പറഞ്ഞാൽ തീർന്നില്ല. വലം യുദാനൂഹു ഫി ഇൽമിൻ വലാ കറമി. അറിവിൻ്റെയോ ഉദാരതയുടെയോ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് പോലും എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. فإنه شمس فضل هم كواكبها يظهرن أنوارها للناس في الظلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രേഷ്ഠതയുടെ സൂര്യനാണ്. ആ സൂര്യന്റെ പ്രകാശം കടം കൊണ്ട് പ്രഭ പൊഴിക്കുന്ന നക്ഷത്രങ്ങളാണ് ഇതര അമ്പിയാക്കൾ. സൂര്യന് സ്വയം പ്രകാശമുണ്ട്, താരകങ്ങൾക്ക് സ്വയം പ്രകാശമില്ല. താരകങ്ങളെ പ്രകാശം സൂര്യന്റെ പ്രകാശമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മറ്റു അമ്പിയാക്കളും ഇവർ തമ്മിലൊരു സമീകരണം നടത്തി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂര്യനാണ്, മറ്റു അമ്പിയാക്കൾ താരകങ്ങളാണ്. ഇങ്ങനെയാണ് നബി തങ്ങളുടെ ഫള് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു ചെറിയ വാക്കിൽ വിശദീകരിച്ചത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് നൽകിയ മഹത്വങ്ങൾക്ക് അറ്റമില്ല, അതിരില്ല. അതൊരിക്കലും പറഞ്ഞു തീർക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഞാൻ ഇടക്ക് വിഷയം അങ്ങനെ ദീർഘിച്ചു പോയി. ഞാൻ പറഞ്ഞത് ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഷിഫ ചെറിയ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിയ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ ഫി സവാബി മഹബ്ബത്തിഹി എന്ന് പറയുന്ന ഒരു അൽ ഫസുലു എന്ന് പറഞ്ഞൊരു ഫസുല്, ഫി സവാബി മഹബ്ബത്തിഹി, നബി തങ്ങളെ സ്നേഹിച്ചാലുള്ള നേട്ടം എന്താണ്, പ്രതിഫലം എന്താണെന്ന് വിശദീകരിക്കുകയാണ്. അവിടെ കൊണ്ടുവരുന്ന ഹദീസാണിത്, ഇമാം മുസ്ലിമിൻ്റെ ഹദീസ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഇടം ലഭിക്കും നബി തങ്ങളെ സ്നേഹിച്ചാൽ. അപ്പൊ നബി തങ്ങളെ മദ്ഹ് പറയാൻ പറഞ്ഞാൽ ഒരിക്കലും പറഞ്ഞു തീർക്കുക സാധ്യമല്ല. മദ്ഹ് എഴുതാൻ ഒരുമ്പെട്ട സർവരും ആയുധം വെച്ച് കീഴടങ്ങിയില്ലേ. വഅലാ തഫന്നുനി വാസിഫിഹി ബിഹുസ്നിഹി യഫ്ന الزمان വഫീഹി മാ ലം യൂസഫി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഴ്ത്തിപ്പാടുന്ന സ്തുതിപാഠകരായ ആളുകൾ അവരുടെ ആ വ്യതിരക്തമായ കഴിവുകൾ ഉപയോഗിച്ച് തങ്ങളെ എത്രയാണ് വാഴ്ത്തിപ്പറഞ്ഞത്. കാലം അങ്ങനെ കഴിയുന്നു, ഇനിയും തങ്ങളിൽ പറയാൻ എത്രയോ കാര്യങ്ങൾ ബാക്കി കിടക്കുന്നു, അല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ മികവുകൾ, മഹത്വങ്ങൾ ഒരാൾക്കും പറഞ്ഞു തീർക്കുക സാധ്യമല്ല. അതാണ് ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു എന്ന് ഇമാം ബുസീരി തങ്ങൾ പറയുന്നത്. എന്നിട്ട് ബുസീരി തന്നെ പറഞ്ഞു, ഫൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫി വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇളമി. നബി തങ്ങളെ കുറിച്ച് എന്തു മഹത്വം നീ പറഞ്ഞാലും അതൊരിക്കലും അധികപ്പറ്റല്ല, അതിശയോക്തിയല്ല, ദൈവമല്ല, ദൈവപുത്രനല്ല, ദൈവാവതാരമല്ല. നസ്വാറാക്കൾ, ക്രൈസ്തവർ അവരുടെ പ്രവാചകൻ ഈസാ നബിയെ കുറിച്ച് അൽ മസീഹ് ഇബ്നുല്ലാ, ഈസാ നബി അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇലാഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വാദങ്ങളൊന്നും നിങ്ങൾ പറയണ്ട, അതൊരിക്കലും അല്ല, നബി തങ്ങൾ സൃഷ്ടിയാണ്. അതേസമയം സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ, അത്യുത്കൃഷ്ടമായ വിധാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നില. അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹാ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ എന്തു പറഞ്ഞു തീർക്കാനാണ്, എങ്ങനെ പറയാനാണ്? ഒരിക്കലും കഴിയില്ല. والله لو أن البحار مدادهم والعشب أقلام جعلنا لذاك عن وصفك الشعراء يا مدثر عجزوا وكلوا عن صفات علاك എന്നൊക്കെ പറഞ്ഞുള്ള കവിതകളൊക്കെ കാണാലോ. ഒരിക്കലും തങ്ങളെക്കുറിച്ച്, തങ്ങളെ മദ്ഹ് പറയാൻ ഈ ലോകത്തുള്ള സമുദ്രങ്ങളിലെ മുഴുക്ക വെള്ളവും മഷിയാക്കി, ഇവിടെയുള്ള മരങ്ങളൊക്കെ വെട്ടി പേനയാക്കി, എന്നാലും പറഞ്ഞു തീർക്കുക സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയേറെ മഹത്വങ്ങൾ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ തങ്ങളെ സ്നേഹിക്കുക,
തങ്ങളെ മദ്ഹ് പറയുക. ആ മദ്ഹ് പറയുന്നതിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിലൊരു നേട്ടമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആഗ്രഹ സഫലീകരണം എന്ന് പറയുന്നത്. നബി തങ്ങളെ മദ്ഹ് ചെയ്തവരൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇമാം ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ദീവാനിൽ മഹാനവറുകൾ പറഞ്ഞല്ലോ, ബിബാബി ജൂദിക അബ്ദുൻ മുദ്നിബുൻ കലിഫു, തങ്ങളുടെ വാതിൽക്കലിത ഒരു എളിയ ദാസൻ, ബിബാബി ജൂദിക അബ്ദുൻ, ഒരു എളിയ ദാസൻ ഇതാ തങ്ങളുടെ വാതിൽക്കലിരിക്കുന്നു. തങ്ങളെ വാഴ്ത്തിപ്പാടുന്ന, തങ്ങളെ പുകഴ്ത്തിപ്പാടുന്ന ഈ സാധുവിന് തങ്ങൾ അന്ത്യനാളിൽ ഷഫാഅത്ത് ചെയ്യണേ നബിയേ എന്നാണ് മഹാനവറുകൾ പറയുന്നത്. അപ്പോൾ ആ വിഷയമൊക്കെ നമ്മൾ പറഞ്ഞാൽ സമയം ഒരുപാട് ദീർഘിക്കും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക. ആ സ്നേഹത്തിൻ്റെ ഒരു സവാബാണ് ഈമാനിൻ്റെ മാധുര്യം ലഭിക്കും എന്നുള്ളത്. മറ്റൊന്ന്, സ്വർഗത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഇടം ലഭിക്കും എന്നുള്ളത്. അതൊക്കെ വിശുദ്ധമായ ഖുർആനിക സൂക്തങ്ങൾ വിശദീകരിച്ചു കൊണ്ടു തന്നെ എന്ന് പറയുന്ന സൂറത്തു നിസായിലെ ആയത്ത് സൗബാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിൽ അവതരിച്ചതാണെന്ന് ഇമാം ബഗവിയും റാസി റളിയല്ലാഹു അൻഹു തങ്ങളൊക്കെ ഉദ്ധരിച്ചു പറഞ്ഞല്ലോ. അവിടേക്ക് ഈ ചരിത്രം പറഞ്ഞത് കാണാം, ഇമാം സൗബാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ സ്നേഹിച്ചാൽ സ്വർഗത്തിൽ ഇടം കിട്ടും, നബി തങ്ങളോടൊപ്പം മുജാവറത്തുണ്ടാകും. അപ്പോൾ സമയം ദീർഘിച്ചു, ഞാൻ അവസാനിപ്പിക്കുന്നു. തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മദ്ഹുകൾ, അല്ല അവിടെ മഹത്വങ്ങൾ, മികവുകൾ ഒരാളെ കൊണ്ടും പറഞ്ഞു തീർക്കുക സാധ്യമല്ല. മാദാ യഖൂലുൽ മാദിഹൂന വമദ്ഹുകും ഹഖ്ഖൻ ബിഹി നതഖൽ കിതാബുൽ മുഹ്കമു എന്ന് ഇമാം ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ദീവാനിൽ ചൊല്ലിയത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഷഫാഅത്തും പൊരുത്തവും ഇനായത്തിൻ്റെ നദറും കിട്ടാൻ നമ്മുടെ ഈ സംസാരം നിമിത്തമാക്കി തരട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ഹുബ്ബുൽ ഹബീബ് വാട്സ്ആപ്പ് കൂട്ടായ്മ നടത്തുന്ന റബീഉൽ അവ്വൽ പ്രോഗ്രാം വളരെ ഭംഗിയായി നടക്കുകയുണ്ടായി. സ്വാഗതം പറഞ്ഞ ബഹുമാനപ്പെട്ട ബദറുദ്ദീൻ ഉസ്താദ് അവർകൾ, അതുപോലെ അധ്യക്ഷം വഹിച്ച് നമുക്ക് നേതൃത്വം നൽകിയ ഫാറൂഖ് അംജദി കൊടക്, ഉദ്ഘാടനം നിർമ്മിച്ച് സംസാരിച്ച സൈനുദ്ദീൻ സൈനി ഉസ്താദ് അവർകൾ, മുഖ്യ പ്രഭാഷണം നടത്തി നമ്മോട് സഹകരിച്ച ബഹുമാനപ്പെട്ട ആസിഫ് മദനി ഉസ്താദ് ചൊക്ലി, അതുപോലെ തന്നെ നമ്മുടെ ഹുബ്ബുൽ ഹബീബ് വാട്സപ്പ് കൂട്ടായ്മയുടെ എല്ലാ സഹകാരികൾക്കും, നമ്മുടെ പരിപാടി വീക്ഷിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അധ്യക്ഷന്റെ അനുമതിയോടുകൂടി 3 സലാത്ത് ചൊല്ലി പിരിയുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.